അർജു എങ്ങോട്ടായി ധൃതി പിടിച്ച്? നമ്മൾ രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് കയറി ചെന്ന എല്ലാ കളവും പുളിയും. അയ്യോ, ഞാനത് മറന്നു. നീ ഒരു കാര്യം ചെയ്, ആദ്യം നീ കയറി ചെല്ല്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ വന്നോളാം. മീറ്റിങ്ങിന് പോയതാന്ന് പറഞ്ഞാ അവര് വിശ്വസിക്കും അല്ലേ? അതൊക്കെ അവര് വിശ്വസിച്ചോളും. നീ ചെല്ല്. പിന്നെ ബെന്നിക്കും ക്രിസ്റ്റിക്കും ചെറിയ ഡൗട്ടുണ്ട്. നമ്മള് ഡ്രാമ കളിക്കുവാണെന്ന്. അവൻ കുറെ വട്ടം എൻ്റെ അടുത്ത് ചകയാൻ നോക്കി, പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് ഇനി മുതൽ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. മനസ്സിലായല്ലോ? എനിക്കും തോന്നി. ഒരുപാട് വട്ടം രണ്ടുപേരും എൻ്റെ അടുത്ത് മാറി മാറി ചോദിച്ചു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്തായാലും ഞാൻ പോട്ടെ. എന്താ അർജു? താങ്ക് യു ഫോർ ഗിവിങ് മീ എ വണ്ടർഫുൾ ആൻഡ് മെമ്മറബിൾ ഡേ. ഐ ലവ് യു. ഐ ലവ് യു ടു. ആരു, നീയൊന്നും ഇത്ര വൈകിയാണോ ഓഫീസിൽ നിന്ന് വരിക? അല്ല ഏട്ടാ, ചില ദിവസം മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ആവും. അല്ല, ഏട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് കരുതി. വാ, ഇരിക്കി. അതിനേട്ടൻ ഇങ്ങനെ ഉറങ്ങാതിരിക്കണായിരുന്നു. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാമല്ലോ. ഏട്ടൻ ചെല്ല്, പോയി ഉറങ്ങിക്കോ. രാവിലെ സംസാരിക്കാന്ന് വിചാരിച്ച എല്ലാവരും ഉണ്ടാവും. അതുമാത്രല്ല, നീ തിരക്കിലുമായിരിക്കും. ഈ സമയമാകുമ്പോ നമുക്ക് രണ്ടാക്കും ആരുടെയും ശല്യമില്ലാതെ സംസാരിക്കാലോ. എങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടം. പറ, എന്താ എൻ്റെ അടുത്ത് പറയാനുള്ളത്? നിന്റെയും അർജുൻ്റെയും കാര്യം തന്നെയാ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നൊന്നും ഏട്ടൻ അറിയില്ല. പക്ഷേ ഒരു വിവാഹ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവിക. ഒരാൾ ചെറുതായിട്ടൊന്ന് താന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ നിങ്ങളിങ്ങനെ സംസാരിക്കാതെ നടക്കുന്നത് കാണുമ്പോൾ ഏട്ടന് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുള്ള എല്ലാവർക്കും അതൊരു സങ്കടം തന്നെയാണ്. ഏട്ടാ, അത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഏട്ടൻ ഇതൊക്കെ പറഞ്ഞത്. ഒരു വിവാഹ ജീവിതത്തിൽ ഈ പൊട്ടലും ചീറ്റലൊക്കെ സ്വാഭാവിക. പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് ഈ ഏട്ടൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പോട്ടെ, സാരമില്ല. എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് നിങ്ങൾ പഴയതുപോലെ കളിച്ച് ചിരിച്ച് നടക്കണം. അതാ ഈ ഏട്ടനും ഏട്ടത്തിക്കും ബാക്കി എല്ലാവർക്കും കാണാൻ ആഗ്രഹം. ഏട്ടൻ്റെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഏട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ എൻ്റെ പക്കൽ മറുപടിയില്ല. എല്ലാത്തിനും സമയമാകുമ്പോ ഞാൻ പറയാം. ഏട്ടൻ പോയി കിടന്നു. ശരി, ഏട്ടൻ കിടക്കാൻ പോവാ. മോനും പോയി കിടക്ക്. നാളെ ഓഫീസിൽ പോണ്ടതല്ലേ. ആരു, നീ എന്തിനാ കരയുന്നേ? കാര്യം പറ. അത് പിന്നെ എൻ്റെ അടുത്ത് കുറച്ചു മുൻപ് ഏട്ടൻ വന്ന് സംസാരിച്ചിരുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കാത്തതിനും പിണങ്ങി നടക്കുന്നതിനും ഏട്ടനും അവർക്കെല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടെന്നും പറഞ്ഞു. ഏട്ടനെയും ബാക്കി എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല അർജു. ആരു, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവാണ്ടല്ല. നിന്നെ പോലെ തന്നെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതിനു വേണ്ടി നമുക്ക് ഒന്നിച്ച് നിന്നേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാ. ഇപ്പോ നമുക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ.
നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തുക എന്നുള്ളത്. അതെ, നമ്മളറിയാതെ നമ്മളെ പിന്തുടരുന്ന ആ ശത്രു അതാരാണെന്ന് കണ്ടെത്തി അവൻ്റെ കഥ കഴിക്കാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തേക്കാണെങ്കിലും നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ ഒന്ന് അടക്കി വയ്ക്കാം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് മതി തൽക്കാലത്തേക്ക്. അതുകൊണ്ട് ആശ്വസിക്കാം. നീ വിഷമിക്കേണ്ട, പോയി കിടന്നുറങ്ങ. പറഞ്ഞ കാര്യം എന്തായി? എവറിത്തിങ് ഗോയിങ് ഗുഡ് സർ. അവർക്കൊരു സംശയമില്ലല്ലോ. അവരുടെ ടീമില് നമ്മുടെ ഒരു ചാനലുള്ള കാര്യം അവരിതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയല്ല എങ്കിൽ അറിയാലോ മാഡത്തിന്റെ സ്വഭാവം. ഇതുവരെ ഇല്ല സാർ, നമ്മുടെ ഒരു സ്പൈ അവരുടെ ടീമിലുള്ള കാര്യം അവരിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ മാഡത്തിന്റെ ദേഷ്യം അത് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങളെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. വെരി ഗുഡ്. അവർക്കൊരു സംശയത്തിന് ഇടവരുത്തരുത്. അറിയാലോ, അത് അർജുന, ദ മാഫിയ കിങ് അർജുൻ. ആരു ആരു എഴുന്നേൽക്കടാ. എന്തുവാടി അഞ്ജു, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. എടാ, ഇത് നട്ടപ്പാതിരയല്ല കിടന്നുറങ്ങാൻ. സമയം നോക്ക്, മണി 10 കഴിഞ്ഞു. 10 മണി കഴിഞ്ഞ? ഈശ്വരാ, ഓഫീസിൽ പോണ്ടതാ. ഞാൻ ഇന്നലെ വന്നപ്പോ ഒരുപാട് ലേറ്റായി. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയേടി. ഞാൻ വേഗം റെഡി ആവട്ടെ. ഇവന് വട്ടായതാണോ അതോ എന്റെ ബോധം പോയതാണ്? എടാ പൊട്ട, ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ടാണോ പിശാശൻ ഈ എന്നെ 10 മണിയെന്ന് പറഞ്ഞ് വിളിച്ചെണീപ്പിച്ചത്? എങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങുമായിരുന്നില്ലേ? വെരി സോറി ആരു. ആകെ സൺഡേ മാത്രമേ നിന്നെ ഒന്ന് സംസാരിക്കാൻ കിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നീ ഓഫീസിൽ ബിസിയാന്ന് പറഞ്ഞ് മുങ്ങും. അതുകൊണ്ട് എല്ലാവരും നിനക്ക് വേണ്ടി താഴെ വെയിറ്റിംഗ് ആണ്. വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ. അപ്പൊ എല്ലാവരും മനഃപൂർവ്വമായിരുന്നു. ശരി ശരി, ചെല്ല്. ഞാൻ റെഡി ആയിട്ട് താഴ്ത്തു വന്നോളാം. എന്തായി മോളെ, അവൻ എണീറ്റോ? എണീറ്റു ഏട്ടാ, കുളിച്ചിട്ട് താഴെ വരാന്ന് പറഞ്ഞു. എല്ലാവരും വാ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. അവര് രണ്ടുപേരും കൂടി വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് ഇരിക്കാലോ. ആര് വരുന്ന കാര്യാ ക്രിസ്റ്റി പറയുന്നേ? വേറെ ആരുമല്ല, ഭക്ഷണത്തിന് വേണ്ടി ഏട്ടത്തി വിളിച്ചപ്പോ നീയും ആരും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് പറയായിരുന്നു ഞങ്ങൾ. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറില്ല. അവൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂട്ടി നിന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ തൽക്കാലം ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. എടാ, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പോ നമ്മളെല്ലാവരും ഒരുമിച്ചില്ലേ, അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. ദേ ആര് വരുന്നുണ്ട്. അജു വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ദുഷ്ടൻ, മനുഷ്യന്റെ കൺട്രോള് കളയാനായിട്ട് ഇവൻ ഓരോ ദിവസം കഴിയുന്തോറും സൗന്ദര്യം കൂടി വരികയാണ്. ഭഗവാനെ, എനിക്ക് കൺട്രോള് തരണേ. എന്താ മോനെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, ഇരിക്കേ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എത്ര നാളായി ഞങ്ങള് ഇത്ര ദൂരെ നിന്ന് ഇവിടെ വരെ വന്നതല്ലേ. അപ്പോ ഞങ്ങൾ പോണത് വരെയെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത്
സന്തോഷത്തോടെ പെരുമാറിക്കൂടെ? ഏട്ടാ, നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ സന്തോഷത്തോടെ തന്നെയല്ലേ പെരുമാറുന്നത്. പിന്നെ ഒരാളുടെ അടുത്ത് മാത്രം അത് തൽക്കാലം എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ആരവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ എന്നെ കിട്ടില്ല. എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക. ഞാൻ പുറത്തുണ്ടാവും. അർജുൻ, നിൽക്ക്. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്റെ അടുത്ത്. അവന് മാത്രമല്ല, എനിക്കും സംസാരിക്കാനുണ്ട്. എന്താ ഇത്രയ്ക്കും സീരിയസ് ആയിട്ട് പറയാനുള്ളത്? പറഞ്ഞോ. ഞാനും ക്രിസ്റ്റിയും വീണ്ടും നമ്മുടെ മാഫിയ ടീമിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. വാട്ട്? ഗൈസ്, സീരിയസ്ലി, ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? നിങ്ങളിതെല്ലാം നിർത്തിയതല്ലേ? വീണ്ടും എന്തിനാ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നത്? ഞങ്ങൾ സീരിയസ് തന്നെയാ. അല്ല, ഇത് ചോദിക്കാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? നീയും ഇത് നിർത്തിയെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തെന്ന് വിചാരിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജോയിൻ ചെയ്തു, അത്രമാത്രം. നിനക്ക് വാക്ക് പാലിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്കും പറ്റില്ല. നിങ്ങൾ കരുതുന്ന പോലെയല്ല. എനിക്കതിനെല്ലാം ഒരു റീസൺ ഉണ്ട്. എങ്കിൽ നീ റീസൺ പറ. അത് വാല്യുബിൾ ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാം. ഓഹോ, ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ നടക്കില്ല. എനിക്ക് എൻ്റേതായ ഒരുപാട് റീസൺസ് ഉണ്ട്. സോ ഞാനിപ്പോൾ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആരുടെ അടുത്താണെങ്കിലും. ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടേ? തിരിച്ച് ഇതേ മാഫിയ ഗാങ്ങിൽ ജോയിൻ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് തൊട്ട് നിങ്ങൾ രണ്ടുപേരും ആ പഴയ ബെന്നിയും ക്രിസ്റ്റിയും തന്നെയായിരിക്കും. ഇച്ചായ, നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? മാഫിയ ഗാങ്ങോ? വീണ്ടും? അഞ്ജു, നീ പേടിക്കണ്ട. ഈ മാഫിയ ഗാങ്ങിന് ഒന്നും സംഭവിക്കില്ല. ഇത്രേ വർഷം ന്യൂയോർക്ക് ഭരിച്ചവരാ ഞങ്ങൾ 3 പേരും. അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അർജുനുള്ളിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും സംഭവിക്കില്ല. അത് എൻ്റെ വാക്കാ. നീ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെല്ലാം ഇത് എന്തു ഭാവിച്ചാ? എല്ലാവരും സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നിട്ടിപ്പോൾ നിങ്ങൾ വീണ്ടും പഴയ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സമാധാനം ഉണ്ടാവാ? ഏട്ടാ, ചെയ്യുന്ന തൊഴിൽ ശരിയല്ല എന്നറിയാം. പക്ഷേ ഈ തൊഴിലിനും ഒരു നീതിയുണ്ട്. ഞങ്ങൾ ഇന്നേ വരെ ഒരു നിരപരാധിയെ പോലും ഉപദ്രവിച്ചിട്ടില്ല. തെറ്റ് ചെയ്യുന്നവരെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഒരാപത്തുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഈ അർജുൻ്റെ വാക്കാ. അർജുൻ, നീ എന്തിനാ ഞങ്ങളുടെ അടുത്ത് ഇതുപോലൊക്കെ അവിടെ സംസാരിക്കാൻ പറഞ്ഞത്? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കാര്യം പറ. ക്രിസ്റ്റ് ചോദിച്ചത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. വന്ന ദിവസം തൊട്ട് ശ്രദ്ധിക്കുന്നതാ നിന്റെ ഈ മാറ്റം. നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ആരുടെ അടുത്തും പെരുമാറില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നീ എന്തോ ഉദ്ദേശിച്ചിട്ടാ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇനിയെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറ. ഇപ്പോൾ നമ്മൾ 3 പഴയ പോലെ ആയില്ലേ? പറ, എന്താ കാര്യം? പറയാം. എല്ലാം പറയാൻ വേണ്ടി തന്നെയാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ കൂടാതെ വേറൊരാൾ അറിയാൻ പാടില്ല. ഈ സംഭവം തുടങ്ങുന്നത് ഒരു 6 മാസം മുൻപാ. ഞാനും ആരും നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഐ ഗോട്ട് എ കോൾ ഫ്രം സമൺ. ആരാ എന്താ ഒന്നും അറിയില്ല, ഇത്രമാത്രം പറഞ്ഞു. അവൻ നമ്മുടെ
ഏറ്റവും വലിയ ശത്രുവാണെന്ന്. ഈ സാമ്രാജ്യം അവൻ തിരിച്ചു പിടിക്കുമെന്ന്. അത്രയും പറഞ്ഞ് ആ ഫോൺ കട്ടായി. പക്ഷേ വീണ്ടും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ എല്ലാ നീക്കങ്ങളും അവർ മനസ്സിലാക്കി. ഓരോ ദിവസവും എൻ്റെ ഓരോ കാര്യങ്ങളും വ്യക്തതയോടെ അവൻ വിളിച്ച് എന്നെ അറിയിക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് എ സ്പൈ. അവൻ വിട്ട ആരോ നമ്മുടെ കൂടെയുണ്ട്. ഇത്രയധികം ടെക്നോളജികൾ നമ്മുടെ പക്കലുള്ളപ്പോൾ ആ സ്പൈ ആരാന്ന് കണ്ടെത്താനായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്. അവര് വിട്ട സ്പൈ ആരാന്ന് കണ്ടെത്താൻ ഈ അർജുന് ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല. അതിനു മുന്നേ ഞാനത് കണ്ടെത്തി. പക്ഷേ അത് ഞാൻ അറിഞ്ഞ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ് അറിഞ്ഞ കാര്യം വേറൊരാൾക്കും അറിയില്ല. അതെന്തിനാന്ന് വെച്ചാ അവൻ ആരാന്ന് അറിഞ്ഞു വെച്ചിട്ടാണോ നീ നിന്ന് സംസാരിക്കുന്നത്? അവനെ പിടിച്ച് രണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ആരവനെ വിട്ടേന്ന്. എൻ്റെ ക്രിസ്റ്റി, തോക്കിനിടയിൽ കയറി ഇങ്ങനെ വെടിവെക്കാതെ, ഞാൻ പറഞ്ഞു മുഴിപ്പിക്കട്ടെ. അവൻ ആരാന്നറിഞ്ഞ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. അവനെ രണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൻ പറയുമായിരിക്കും അവൻ ആരാ വിട്ടേന്ന്. പക്ഷേ ചിലപ്പോ യഥാർത്ഥ ശത്രുവിനെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെന്ന് വരും. അതിനു വേണ്ടിയിട്ടാ ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ഇത്രയും വർഷത്തെ ഈ ഒരു മാഫിയ വേൾഡിൽ ആദ്യമായിട്ടാ ഒരുത്തൻ എൻ്റെ വീട്ടിൽ കയറി സ്പൈ വർക്ക് ചെയ്യുന്നതും ഒരുത്തൻ അവിടെ ഒളിച്ചിരുന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് നേരിട്ട് കിട്ടാതെ ഇവനെ വെറുതെ കുടഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ അവൻ പറയുമായിരിക്കും, പക്ഷേ അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഇവൻ എങ്ങോട്ടെങ്കിലും മുങ്ങും. അത് പാടില്ല. എല്ലാ സൈഡിൽ നിന്നും എല്ലാ തരത്തിലും പൂട്ടിയിട്ട് വേണം അവൻ്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കാൻ. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അതിനെന്തിനാ നീയും ആരും തമ്മിൽ പിണങ്ങിയിരിക്കുന്നത്? നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായത്? ഞാനും ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ കളിക്കുന്ന ഒരു ഡ്രാമയായത്. ഇങ്ങനൊരു സ്പൈ വർക്ക് വന്നതിന് ശേഷം അവൻ്റെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി ഞാനും അവനും കൂടി അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു നാടകം, അത്രേ ഉള്ളൂ. അല്ലാതെ ആരവും ഞാൻ തമ്മിൽ ഇന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ദാറ്റ് മീൻസ് ആരുവിനപ്പം എല്ലാം അറിയൂ? ആരുവിനെല്ലാം അറിയാം. നമ്മൾ 3 പേരും അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അവനും കൂടിയാ. പിന്നെ ഇനി നമ്മൾ 4 പേർക്കും അല്ലാതെ വേറൊരാളും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എനിക്ക് ആരവിൻ്റെ ലൈഫ് സേഫ് ആക്കിയേ പറ്റൂ. ഞങ്ങൾ തമ്മിൽ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും അവനെ തൊടാൻ വരില്ല. മറിച്ചാണെങ്കിൽ എൻ്റെ വീക്ക്നെസ് അവനാന്ന് മനസ്സിലാക്കി അവരെന്തേലും അവനെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ വെച്ചത്. ക്രിസ്റ്റി, നിൻ്റെ അടുത്ത് പ്രത്യേകിച്ച്. അഞ്ജു ഇതൊരിക്കലും അറിയാൻ പാടില്ല. ഇനിയപ്പോൾ എന്താ പ്ലാൻ? നീ പറ, ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ ഞാൻ ആരെയും ഇൻവോൾവ് ചെയ്യിക്കരുതെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കൊരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. നമ്മുടെ ഈ സ്പൈ 24 hours ഈ വീടിനുള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവനെ വാച്ച് ചെയ്യാൻ ഒരാൾ ആവശ്യമാണ്. പുറത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോൾ പേടിയുള്ള കാര്യമാണ്. നിങ്ങളാകുമ്പോൾ അതിന് പെർഫെക്റ്റാ. ക്രിസ്റ്റി, ഇന്നു മുതൽ നീ 24 മണിക്കൂറും അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കി മനസ്സിലാക്കണം. ബെന്നി, നിന്റെ ചുമതല നമ്മുടെ യഥാർത്ഥ ശത്രു ആരാ, എന്തിനു വേണ്ടിയാ അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എല്ലാം മനസ്സിലാക്കാം. എങ്ങനെയെങ്കിലും അത് കണ്ടെത്തണം.
ഇനിയും എനിക്ക് ഡ്രാമ നിങ്ങളുടെ അല്ല വീട്ടുകാരുടെ മുന്നിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ടാ പ്ലീസ് രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കില്ലേ? അർജു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ പണ്ട് തൊട്ടേ നിന്റെ കൂടെ തന്നെയുണ്ട്. നീ എന്തു പറഞ്ഞാലും അതുപോലെ തന്നെയല്ലേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ, അനുസരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഈ ദൗത്യം നമ്മൾ മുന്നത്തെ പോലെ ചെയ്ത് കാണിക്കും. അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഹലോ, അർജുൻ സ്പീക്കിംഗ്. ഹലോ അർജുൻ. എന്റെ ശബ്ദം മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. നിന്റെ പഴയ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തെന്നറിഞ്ഞു. കൺഗ്രാറ്റ്സ്. ഇപ്പോഴാ ഗെയിമിൽ ഒരു സ്പിരിറ്റ് വന്നത്. മറ്റേത് ഒറ്റക്കായപ്പോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോ നിങ്ങളുടെ പഴയ ടീമായപ്പോ എന്തോ ഒരു പ്രത്യേക ഹരം കയറാൻ എനിക്ക്. നീ പറഞ്ഞത് ശരിയാ. ഇപ്പോഴാ എനിക്കും കളിക്കാനായിട്ട് ഒരു സ്പിരിറ്റൊക്കെ വന്നത്. എന്തായാലും നീ ഒളിച്ചു കളിക്കല്ലേ, അവിടെ ഒളിച്ചു കളി തുടരും. ഞാൻ എന്തായാലും കോർട്ടിൽ നിറഞ്ഞാടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്ക് കാണാം ആരാ ജയിക്കുക എന്നുള്ളത്. നമുക്ക് കാണാം. ഇതുവരെ നീ ഏറ്റുമുട്ടിയ എതിരാളികളെ പോലെയല്ല ഞാൻ. ഇതിൽ നീ തോൽക്കും. ആദ്യമായിട്ട് അർജുൻ എന്ന മാഫിയ കിങ് വീഴും. അവന്റെ പതനം ഞാൻ തന്നെ കാണും. അർജുൻ്റെ പതനം കാണാൻ എന്നുള്ളത് നിന്റെ അതിമോഹം. കാരണം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ മാത്രമേ നിന്നെ കൊണ്ട് സാധിക്കൂ. നേർക്ക് നേർ വന്ന് മുട്ടി നോക്കിയ നീ തോറ്റുപോകുന്നു നിനക്കുറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ നീ പുറത്തോട്ട് വരാതെ ഇങ്ങനെ അകത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നൊരു കാര്യം, എനിക്കും തിരിച്ച് നിൻ്റെ അടുത്ത് അത് തന്നെ പറയാനുള്ളത്. നീ ഇന്നുവരെ ഏറ്റുമുട്ടിയ ശത്രുക്കളെ പോലെ ആവില്ല ഞാൻ. എൻ്റെ മുന്നിലെങ്ങാനും നീ വന്നുപെട്ട അന്ന് നിന്റെ അവസാനമായിരിക്കും. ഇത് അർജുന പറയുന്നത്. അർജുൻ.